അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. ആ ഉത്തരവാദ നിർവഹണം നടത്തുകയാണ് ഈ പരിപാടി കൊണ്ടെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുൽത്താനുൽ ഉലമക്കും റഈസുൽ ഉലമക്കും നമ്മുടെ എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറുല്ലാഹ മർഖദഹു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ദീർഘകാല പ്രസിഡന്റായും അതിനു മുമ്പ് അതിൻ്റെ പ്രധാന ഭാരവാഹിയായും പ്രവർത്തിച്ച ആ മഹാന്റെ പേരിലാണ് നമ്മുടെ ഈ നഗരി. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം മമ്പുറം തങ്ങളടക്കം ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളടക്കം ഔക്കോയ മുസ്ലിയാരടക്കം ധാരാളം ആത്മീയ നേതാക്കളാൽ ഉലകം കൊണ്ട പ്രദേശത്താണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളുടെ ദീർഘകാലത്തെ ദീനീ പ്രവർത്തനം കൊണ്ട് പുളകിതമായ ഭൂമിയിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിച്ചത് എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി വളരെ കൃത്യമായ നിലക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകാനാണ്. അത് ആ മഹത്തായ പണ്ഡിത സഭ അന്നു മുതൽ ഇന്ന് വരെ തുടരെയായി നടത്തിയിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഇസ്ലാം അതാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ആശയം ഇസ്ലാമാണ്. ആ ഇസ്ലാം അതിന് സ്ഥാപക നേതാവ് ഇല്ല. അതിൻ്റെ സ്ഥാപകൻ ലോകസത്താവായ അല്ലാഹുവാണ്. വദഉൻ ഇലാഹിയ്യുൻ എന്നാണല്ലോ ദീനുൽ ഇസ്ലാമിന്റെ നിർവചനം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ദൈവികമായൊരു സംവിധാനമാണ്, ലോകസത്താവിന്റെ സംവിധാനമാണ്. ആ സത്താവാണ് സർവ മനുഷ്യരെയും ജിന്നുകളെയും സർവജീവികളെയും അചേതന വസ്തുക്കളെയും എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ ഖാലിഖു കുല്ലി ശൈഇ അല്ലാഹുവാണ്. നിങ്ങൾക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് ഉപദേശിച്ചു. അതിന് കാരണം പറഞ്ഞത് ജിന്നുകൾക്ക് ശല്യമുണ്ടാകരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലുകൾ കൊണ്ട് നിങ്ങൾ ശൗച്യം ചെയ്യരുത്, എല്ലുകൾ നജസ് പുരട്ടരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചു. അത് ജിന്നുകളുടെ ഭക്ഷണമാണ് എന്നാണ് കാരണം പറഞ്ഞത്. നമ്മളിപ്പോൾ ഭൗതികമായി കാണുന്ന മനുഷ്യരെ മാത്രമല്ല, നമുക്ക് ഒറ്റക്കാഴ്ചയിൽ കാണാൻ കഴിയാത്ത ജിന്നുകൾക്ക് പോലും ഒരു ശല്യവും വരുത്താൻ പാടില്ല എന്ന ഏറ്റവും ഉത്തമമായ ആശയം പഠിപ്പിച്ച ദീനാണ് നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് അവിടുത്തെ അനുയായിയാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, റഹ്മത്ത് ബിൻ ഉബൈറഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മനുഷ്യന്റെ, ഖതാദ എന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ഒരു പടയങ്കി കട്ടെടുത്തു. ആ പടയങ്കി അല്ലെങ്കിൽ പടത്തൊപ്പി കട്ടെടുത്ത് ഒരു സഞ്ചിയിലായിരുന്നു അതുണ്ടായിരുന്നത്. അതും കൊണ്ട് നേരെ പോയി ഒരു അമുസ്ലിം സഹോദരനായ യഹൂദിയുടെ വീട്ടിൽ
അദ്ദേഹം അത് കൊണ്ടുപോയി തൽക്കാലം ഇതൊന്നും ഇവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ സഞ്ചി ചെറിയ ദ്വാരമുണ്ടായിരുന്നു, അതിൽ കുറച്ച് ഗോതമ്പത്തിന്റെ പൊടിയും ഉണ്ടായിരുന്നു. വസ്തു കാണാതെയായി പോയപ്പോൾ ഈ ഗോതമ്പത്തിന്റെ പൊടി ചിതറിയ സ്ഥലം നോക്കി ഉടമസ്ഥന്മാർ ഈ യഹൂദിയുടെ വീട്ടിലെത്തി. യഹൂദിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ കട്ടതല്ല, ഇതെന്റെ അടുക്കൽ ഒരു മനുഷ്യൻ തൽക്കാലം സൂക്ഷിക്കാൻ തന്നതാണ്. അത് തുഅമത്ത് ബിൻ ഉബൈറഖ് എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടക്കുന്ന ഒരാളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിൽ ആ കേസ് വരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് തുഅമത്ത് ബിൻ ഉബൈറഖിന്റെ കൂട്ടക്കാര്, അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബക്കാര്, അദ്ദേഹവുമായി ബന്ധമുള്ളവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ശുദ്ധമായ കളവ് പറയുന്നു. അവർ പറയുന്നു, തുഅമത്ത് അത് എടുത്തിട്ടില്ല, അത് യഹൂദി കളവ് പറയുകയാണ് എന്ന് പറഞ്ഞ് യഹൂദിയുടെ തലയിൽ ആ പാപഭാരം വെച്ചു കെട്ടുന്നു. ആ സമയത്താണ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ, അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്തേണ്ടത്, അവിടെയാണ് ഖുർആനിനെ വിലയിരുത്തേണ്ടത്. എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരിക്കലും തന്നെ വർഗീയതയോ പക്ഷപാതിത്വമോ കക്ഷിത്വമോ പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടാകാൻ വകുപ്പില്ല. ഉണ്ടെന്ന് വന്നാൽ ഖുർആൻ അംഗീകരിക്കാത്തവനായി മാറും. ഖുർആൻ ആ സമയത്ത് ഇറക്കിയ ആയത്താണ് ഞാൻ ഓതി കൽപ്പിച്ചത്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഓ നബിയേ ഈ മഹത്തായ ഗ്രന്ഥം നിശ്ചയമായും അങ്ങേക്ക് ഇറക്കി തന്നത് ബിൽ ഹഖ്, സത്യവുമായിട്ടാണ്. സത്യമാണ്, എവിടെയും സത്യം സത്യം സത്യം. അതാണ് ഖുർആനിന്റെ ആശയം. ലിതഹ്കുമ ബൈനൻ നാസ് ബിമാ അറാകല്ലാഹ്, ഓ നബിയെ തങ്ങൾ ഒരു സാധാരണ വ്യക്തി അല്ല. നേരത്തെ ശൈഖുനാ പ്രസംഗം പറഞ്ഞില്ലേ, അന റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ബിമാ അറാകല്ലാഹ്, ലോകസത്താവായ അല്ലാഹു അങ്ങേക്ക് എന്താണോ അറിയിച്ചു തരുന്നത് അതനുസരിച്ച് വിധിക്കുകയാണ് തങ്ങൾ വേണ്ടത്. ഈ കക്ഷിത്വമുള്ള കക്ഷികൾ വന്ന് പറയുന്ന കളവിനെ അനുകൂലിച്ചുകൂടാ. അവർ വഞ്ചകന്മാരാണ്. തങ്ങളെ കൂടെ നടക്കുന്ന കക്ഷിയാണെങ്കിലും അവർ വഞ്ചകന്മാരാണ്. ആ വഞ്ചകന്മാർക്ക് തങ്ങൾ ഒരിക്കലും കൂട്ടുനിന്നുകൂടെ നബിയേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് വിവരം കൊടുക്കുന്നു. തുഅമത്ത് ബിൻ ഉബൈറഖ് എന്ന് പറഞ്ഞ് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ തന്നെയാണ് കട്ടത്. ആ യഹൂദിയായ അമുസ്ലിം സഹോദരൻ നിരപരാധിയാണ് എന്ന് ഖുർആൻ ആയത്തിറക്കി പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുഅമത്തിന്റെ പേരിൽ ശിക്ഷ വിധിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിക്കുന്ന രാജ്യത്ത് മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല യഹൂദികളും ജീവിക്കുന്നുണ്ട്, വേറെ മതക്കാര് ജീവിക്കുന്നുണ്ട്. പക്ഷെ നീതി വിട്ടുകൊണ്ടുള്ള, സത്യം വിട്ടുകൊണ്ടുള്ള ഭരണം അവിടുന്ന് കാഴ്ചവെച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ലോകസത്താവായ അള്ളാഹു വിവരം നൽകുന്നു, ആ സാക്ഷിത്വമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. തുഅമത്ത് തന്നെയാണ് കളവ് നടത്തിയത്. അതേ നമ്മളെ കൂടെയുള്ള ആളല്ലേ എന്ന് വിചാരിച്ച് കുറച്ചാളുകൾ അനുകൂലമായി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്ന, സത്യം പഠിപ്പിക്കുന്ന നബിയെ തങ്ങൾക്ക് പറ്റൂലല്ലോ. തങ്ങൾ കൃത്യമായി തീരുമാനം പറയണം. തുഅമത്ത് ബിൻ ഉബൈറഖാണ് കട്ടത്, അവനെ ശിക്ഷിക്കണം. ആ ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ തുഅമത്ത് ബിൻ ഉബൈറഖ് അദ്ദേഹം ചിന്തിച്ചത്, അങ്ങനെ എന്റെ കൈ മുറിക്കപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ എനിക്ക് നല്ലത് നാട് വിടുന്നതാണ് എന്ന് ചിന്തിച്ചു. അങ്ങനെയുണ്ടല്ലോ ചിലര്, അവർക്ക് അവരുടെ സ്വന്തം കാര്യമാണ് വലുത്. ചെയ്ത തെറ്റിനെ അംഗീകരിക്കാൻ പലപ്പോഴും തയ്യാറാവില്ല. തുഅമത്ത് ബിൻ ഉബൈറഖ് നാട് വിട്ട അന്ന് മുശ്രിക്കുകൾ വാഴുന്ന മക്കയിലേക്ക് പോയി. അവിടെ നിന്ന് കളവ് പരിചയിച്ചവൻ പിന്നെ ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടുവരാൻ വലിയ പ്രയാസമാണല്ലോ. അദ്ദേഹം മക്കയിൽ നിന്ന് ഒരു വീട് പോയി തുറന്ന് ആ വീട്ടിലുള്ള വസ്തുക്കൾ കളവ് നടത്താൻ വേണ്ടി പ്രവേശിക്കുകയായിരുന്നു. ആ വലിയ ദ്വാരത്തിലൂടെ തലയപ്പുറത്തേക്കിട്ടു. ഉടലും കൂടി അങ്ങോട്ട് വലിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ആ
വീടിന്റെ ചുമര് അങ്ങനെ തന്നെ തകർന്നു വീണ് തല അപ്പുറത്തും ഒടലിപ്പുറത്തുമായി പെടഞ്ഞു മരണപ്പെട്ടു പോയി. ഓ സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞത് എന്നും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത്, വർഗീയതയുടെ പക്ഷത്തല്ല, കക്ഷിത്വമല്ല. അതല്ല ഖുർആൻ പഠിപ്പിച്ചത്, അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്, അതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ആശയത്തെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ എപ്പോഴും മനുഷ്യർക്കൊപ്പമാണ്, സത്യത്തിനൊപ്പമാണ്, നീതിക്കൊപ്പമാണ്. അത് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് പകർന്നു നൽകിയത് അവിടുത്തെ വലിയ ഗുരുവര്യരായ, ഇന്ന് ഞങ്ങൾ യാത്രക്കിടയിൽ സിയാറത്ത് ചെയ്ത ഓക്കെ ഉസ്താദ് അവറുകളാണ്. അതുപോലുള്ള പണ്ഡിതന്മാരാണ്. അവർക്കത് വിതരണം ചെയ്തത് അവരെ മുമ്പുള്ള അവരുടെ ഗുരുനാഥന്മാരാണ്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കാണാം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ ഞങ്ങളെ രാജ്യത്ത് വന്ന് നികുതി പിരിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് നീതി തരേണ്ട ഉത്തരവാദിത്വവും ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾക്കറിയില്ലേ, അന്ന് ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിൽ നിന്ന് രാത്രി സമയത്ത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാതിരക്ക് ജയിലിന്റെ വാതിലിന് മുട്ടുന്നു. പോലീസുകാർ വന്ന് ചോദിക്കുന്നു, എന്താണ് മുസ്ലിയാരെ വേണ്ടത്? എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം കിട്ടിയാൽ തരക്കേടില്ല. പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുക്കുന്നു. കാരണം ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവവും ആത്മീയ ചൈതന്യവും കാണുമ്പോൾ പോലീസുകാർക്ക് ബഹുമാനമുണ്ട്. അതേ, പലപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജനങ്ങളെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, ഈ പോലീസുകാർ ഒരിക്കലും ഉത്തരവാദികളല്ല, അവർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് മേൽഭാഗത്തു നിന്ന് എന്താണോ കോടതി വിധിക്കുന്നത്, എന്താണോ മേലെ നിന്ന് ഉത്തരവ് ലഭിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കാനല്ലേ പറ്റൂ. അതുകൊണ്ട് നിയമം നടപ്പാക്കുന്ന ഈ പോലീസുകാരോട് പൊതുജനങ്ങളാകുന്ന നിങ്ങളാരും വൈരാഗ്യമുള്ളവരാകരുത്, പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അവര് പാതിരാ സമയത്ത് ഒതു എടുക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നു. ആ വെള്ളമെടുത്ത് മഹാനവർ ഒതു എടുക്കുന്നു, ഡോറ് പൂട്ടുന്നു, മഹാനവർ നിസ്കരിക്കാൻ നിൽക്കുന്നു. പക്ഷേ നേരം എടുത്തു നോക്കുമ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ കാണുന്നില്ല. പോലീസുകാർ നെട്ടോട്ടമോടുന്നു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അന്ന് രാത്രിയിൽ യാതൊരു പൂട്ടും പൊട്ടിച്ചിട്ടില്ല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു വലിയ ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു, അതേ, അനാതീക ബിഹി ഖബല അൻ യർതദ ഇലൈക തർഫുക, നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചു തരുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ എത്രയോ കോട്ടകളുടെ ഉള്ളിൽ അടച്ചുപൂട്ടി നിൽക്കുന്ന ആ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുന്നിൽ പെട്ടെന്ന് കിട്ടണമെന്നതിനു വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം ചോദിച്ചപ്പോൾ അയ്യുക്കും യൽതീനി ബിഅർശിഹാ ഖബല അൻ യൽതൂനി മുസ്ലിമീൻ, അവർ എനിക്ക് കീഴ്പ്പെട്ട് വരുന്നതിന് മുമ്പ് ആരാണ് എനിക്ക് ആ സിംഹാസനം എത്തിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. അങ്ങനെ അമ്പിയാക്കൾക്ക് ഒരാശയം ഇല്ലല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഔലിയാക്കൾ അടങ്ങുന്ന സദസ്സിൽ സഹായം ചോദിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് قال عفريت من الجن انا اتيك به قبل ان تقوم من مقامك, നിങ്ങൾ ജഡ്ജ്മെന്റിന് വേണ്ടി നിങ്ങൾ ഇരുന്ന് കോടതിയിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുമ്പോ ഒരു ജിന്നിനും ഔലിയാക്കളുടെ സ്ഥാനമില്ലല്ലോ, ഔലിയാക്കളുടെ കറാമത്തില്ലല്ലോ. ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ, ഖബല അൻ യർതദ ഇലൈക തർഫുക, നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചു തരാം. അനാതീക ബിഹി, ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞാൽ മഹാനായ ആസഫ് ഇബ്നു ബർഖിയ കൃത്യമായി പറഞ്ഞു, ഞാൻ എത്തിച്ചു തരാം.
മാനവர்களுക്കറിയാം എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം അതല്ലേ, ഖാലിഖുൽ അഫ്ആൽ അല്ലാഹുവാണ്. ഈ എത്തിക്കു എന്ന പ്രവർത്തനത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നത് അല്ലാഹുവാണ്. പക്ഷെ അതെല്ലാ സ്ഥലത്തും ഇങ്ങനെ പറയണമെന്നില്ലല്ലോ. അത് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അനാതീക ബിഹി, ഞാൻ കൊണ്ടുവന്നു തരും എന്ന് മഹാനായ ആസഫുൽ ബർഖി റളിയല്ലാഹു അൻഹു പറയുന്നത്. പറഞ്ഞു തീരുമ്പോഴേ അവിടെ സിംഹാസനം എത്തി. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ എത്തി ആ സിംഹാസനം? എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകളുള്ള സിംഹാസനം എങ്ങനെ എത്തി? ആ റൂമിന്റെ ഉള്ളിൽ നിന്ന്, കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ പൂട്ടുകളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്തി? അവിടെയാണ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ആകാശങ്ങളെയും ഭൂമികളെയും മുഴുവനും സംരക്ഷിച്ചു വരുന്ന റബ്ബ്, ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ആ റബ്ബാണ് ഔലിയാക്കൾക്ക് കറാമത്ത് നൽകുന്നത്. ആ റബ്ബാണ് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നൽകുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആസഫ് ഇബ്നു ബർഖി റളിയല്ലാഹു അൻഹു അതേ അൽ ഇസ്മുൽ ആദം എന്ന് പറയുന്ന പടച്ചവന്റെ മഹത്തായ നാമം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അതവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഖുർആനിൽ പഠിച്ച ഒരു മുസ്ലിമിനും ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ നിന്ന് ചാവക്കാട് നിന്ന് പുറത്തുപോയി എന്നതിൽ സംശയമുണ്ടാവില്ല. ഖുർആൻ പഠിക്കാതിരിക്കുമ്പോഴാണ് സംശയമുണ്ടാകുന്നത്. ഖുർആൻ കറാമത്തിനെ സംബന്ധിച്ച് വിവരിച്ചത്, ഹദീസുകൾ കറാമത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്, പഠിക്കുമ്പോൾ പിന്നെ കറാമത്ത് ഉണ്ടാവില്ല, കറാമത്തിനെ കുറിച്ച് സംശയമുണ്ടാവില്ല. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സമയം വൈകിയ സമയത്ത് ഇരുന്ന് സംസാരിച്ചു. തിരിച്ചു പോകുമ്പോൾ കൂരിരുട്ടാണ്. രണ്ടാളെ കയ്യിൽ ഇന്നത്തതുപോലെ ഈ ലൈറ്റ് കിട്ടുന്ന മൊബൈലൊന്നും ഇല്ലല്ലോ, അവരുടെ കയ്യിൽ വെളിച്ചമൊന്നുമില്ല. പക്ഷേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, രണ്ടാളെ കയ്യിലും ഓരോ വടികളുണ്ട്. ആ വടി ആ മഹാന്മാരായ സഹാബത്തിന്റെ കറാമത്തായി ഒരാളുടെ കയ്യിലെ വടി പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിൽ അവർ രണ്ടുപേരും നടന്നു നീങ്ങുന്നു. കുറച്ചപ്പുറത്തെത്തിയപ്പോൾ രണ്ടാളും വഴിതിരിഞ്ഞു പോകേണ്ട സ്ഥലമെത്തിയപ്പോ അതാ മറ്റേയാളുടെ കയ്യിലെ വടിയും പ്രകാശിക്കുന്നു. ഇതെങ്ങനെയെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. എങ്ങനെയെന്ന് മനസ്സിലാകാത്തതിന്റെ പേരാണ് കറാമത്ത് എന്നത്. അല്ലാതെ എങ്ങനെയെന്ന് മനസ്സിലായത് പിന്നെ കറാമത്താ? കോഴിക്കോട്ട് നിന്ന് ഒരു ലോറി കയറ്റിയുടെ സാധനം കൊണ്ടുവന്ന കറാമത്താ? അതെങ്ങനെയെന്ന് മനസ്സിലായതല്ലേ? എങ്ങനെയെന്ന് മനസ്സിലാത്ത സംഗതിക്കല്ലേ കറാമത്ത് പറയും. എന്താണ് കറാമത്ത് പറഞ്ഞാൽ? ഖാരിഖുൽ ആദ, അസാധാരണ സംഭവം. സാധാരണ സംഭവത്തിനല്ലല്ലോ കറാമത്ത് എന്ന് പറയുന്നത്. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെയും കൈ പ്രകാശിക്കുന്നു, അതെ അവരുടെ വടി പ്രകാശിക്കുന്നു. ഇത് തന്നെയല്ലേ മഹാനായ ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ശാഫി മദ്ഹബിലെ വലിയ പ്രഗൽഭനായ പണ്ഡിതൻ. ആ ഇമാം റാഫി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. മഹാനവരുടെ സമീപത്തുള്ള മരത്തിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു. ആ ലൈറ്റിൽ ഇമാം റാഫി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതി മുഴുമിക്കുന്നു. ആ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന് ശേഷം വന്ന മുഹരിറുൽ മദ്ഹബായ ഇമാം നബവി റളിയല്ലാഹു അൻഹു, വെറുതെയാണോ സുഹൃത്തുക്കളെ? ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് ദർസ് ഏറ്റെടുത്തപ്പോ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ കവിള് വെച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു കാലിന്റെ കാലിൽ തൊട്ട സ്ഥലത്ത് കവിൾ വെച്ചങ്ങ് ചുംബിച്ചിട്ട് ചൊല്ലിയില്ലേ, വഫീ ദാരിൽ ഹദീഥി ലതീഫു മഅനാ അലാ ബുസ്തിൻ ലഹാ അസ്ബു വആവി ലഅല്ലി അൻ അനാല ബിഹബ്ബി വജീ മകാനം മസ്സു ഖദമുൻ നവാവി. ഇമാം നബവി റളിയല്ലാഹു അൻഹു പാദസ്പർശനമേറ്റ സ്ഥലം എന്നെ കവിൾത്തലം വെച്ച് ചുംബിച്ച് ഞാൻ ബറക്കത്തെടുക്കുന്നു. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വിളക്കണഞ്ഞു പോയ സമയത്ത് സ്വന്തം വിരലിൽ നിന്ന് തന്നെ ലൈറ്റ് വരുന്നു. മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കൈയൊന്നെടുത്ത് കക്ഷത്ത് വെച്ച് ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവന്നാൽ മൂസാ നബിയുടെ മുഅ്ജിസത്തായി
കൈ പ്രകാശിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? അമ്പിയാക്കളുടെ ഇജ്ജത്ത് അത് തന്നെയല്ലേ കറാമത്തായി ഔലിയാക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുർആനും ഹദീസും പഠിച്ചാൽ ഉമർ ഖാദിയുടെ കറാമത്തിലോ വേറെ ഏതെങ്കിലും ഔലിയാക്കളുടെ കറാമത്തിലോ ആർക്കും സംശയമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. ആ ഉമർ ഖാദി പഠിപ്പിച്ച ആശയം എന്താണ്? അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് യാ അക്രമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. ഓ നബിയേ, തങ്ങളിൽ നിന്ന് ഖൈർ പ്രതീക്ഷിക്കുന്ന ഈ ഫഖീറായ ഉമർ തങ്ങളുടെ വാതിൽക്കൽ വന്നിട്ടുണ്ട് നബിയേ. മജഫദം സാരമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി. ഓ നബിയേ, ഞാൻ അവിടുത്തെ പടിവാതിൽക്കൽ വന്നത് അവിടുത്തെ എല്ലാ സഹായങ്ങളും എനിക്ക് ലഭിക്കാനാണ്. ഓ നബിയെ, അതുകൊണ്ട് തന്നെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ പറയുമ്പോഴല്ലേ റൗളയുടെ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നു പോയത്. ആ ഉമർ ഖാദി പഠിപ്പിച്ച ആശയം അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ച ആശയം തറാവീഹ് 20 റകഅത്ത് ഖുത്ബ അറബിയിൽ മാത്രം. അങ്ങനെ തുടങ്ങി ഇമാമിന്റെ ദുആ കേൾക്കുന്ന മൗമൂമികൾ ആമീൻ പറയൽ സുന്നത്താണ് എന്ന് പറയുന്ന ഫത്ഹുൽ മുഈൻ പഠിപ്പിച്ച ആശയം സമസ്ത കേരള ജമിയത്തിൽ ഒരു പുതിയ ആശയം ഇല്ല. അത് പഴയ കാലത്ത് കഴിഞ്ഞുപോയവർക്കും ഇല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇല്ല. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയം എന്താണോ ആ ആശയമാണ്. അവർ വലിയ കറാമത്തുകളുള്ള മഹാന്മാരാണ്. അവർ സത്യത്തിന് മാത്രം വില കൽപ്പിക്കുന്നവരാണ്. അവര് പഠിപ്പിച്ച ആശയം അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി തങ്ങളുടെ മാതൃകയും മുസ്ലിം പണ്ഡിത കൂട്ടായ്മയും അംഗീകരിക്കുന്നവർ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ആരും ഭയപ്പെടേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടാതെ അതേ സത്യം തുറന്നു പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശമാണ്. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് താജുൽ ഉലമ നമ്മളെ നയിച്ചത്. അതേ വൈലത്തൂർ തങ്ങളെ നയിച്ചത്, അതേപോലെ വൈലത്തൂർ ഉസ്താദ് നയിച്ചത്, ഓക്കെ ഉസ്താദ് നയിച്ചത്, അതുപോലെ എം എ ഉസ്താദും അതുപോലെ കൻസുൽ ഉലമയും നൂറുൽ ഉലമയും നയിച്ചത്. ആ മഹാനായ നൂറുൽ ഉലമ, ഞാൻ പറയട്ടെ, ഇവിടെ ഈ താനൂര് പ്രദേശത്ത് സുബ്ഹാനല്ലാഹ് വളരെ നേരത്തെ മദ്രസ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഈ താനൂര് പ്രദേശം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്രസകൾ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, അതേപോലെ മറ്റ് സംഘടനകൾ വരുന്നതിന് മുമ്പ് തന്നെ സുന്നത്ത് ജമാഅത്തിന് കേരളത്തിൽ മദ്രസകൾ ഉണ്ടായിരുന്നു. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾക്കറിയില്ലേ, വാഴക്കാട് 1909 മഹാനായ മർഹൂം കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ എത്തുന്നത്. ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ഗുരുവര്യനാണ് കുഞ്ഞഹമ്മദ് ഹാജി. ഇവിടെ തിരൂരങ്ങാടിയിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ആ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ നേതാവായിരുന്നു. മങ്കൂസ് മൗലിദ് ഓതുന്ന എ ക്ലാസ് സുന്നിയായിരുന്നു. ആ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ വാഴക്കാട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മദ്രസയുടെ പേരാണ് തൻമിയത്തുൽ ഉലൂം മദ്രസ വാഴക്കാട്. ബഹുമാനപ്പെട്ടവർ അവിടെ ചെന്നതിന് ശേഷം വലിയ വിദ്യാർത്ഥികളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നത് കൂടുതൽ പരിഷ്കരിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ദാറുൽ ഉലൂം എന്ന് പേരിട്ടത്. അങ്ങനെയാണ് അവിടെയാണ് മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കം സേവനം ചെയ്തതും അതുപോലെ പല പണ്ഡിതന്മാരും
പഠിച്ചു വളർന്നതും. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1909 തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കേരളത്തിൽ മദ്രസയുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ താനൂർ പ്രദേശത്ത് 1924 ഇസ്ലാഹുൽ ഉലൂം മദ്രസയുണ്ട്. ഇനി എന്തിനധികം പറയണം, ഇന്ന് നമ്മൾ കാണുന്ന മദ്രസാ പ്രസ്ഥാനത്തിന് മുഴുവനും വളരെ കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയ അതിന് നിമിത്തമായ സമ്മേളനമാണ് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നടന്ന 1951 മാർച്ച് മാസത്തിലെ സമ്മേളനം. ആ സമ്മേളനത്തോടനുബന്ധിച്ചാണ് അതേ അൽബയാൻ മാസികയിൽ ബഹുമാനപ്പെട്ട മർഹൂം എം.എ. ഉസ്താദ് അവിടെ ഇവിടങ്ങളിലായി നടക്കുന്ന എല്ലാ മദ്രസകളും ഏകീകരിച്ച് വളരെ കൂടുതൽ ശാസ്ത്രീയമായ സിലബസോടുകൂടെ നടത്തണമെന്ന് ലേഖനം എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ ചേർന്ന പണ്ഡിത സഭയാണ്, ആ പണ്ഡിത സഭ തന്നെയാണ് കറൻസി സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചതും ആ സഭയിലാണ്. ആ സമ്മേളന നഗരിയിൽ എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടായിരുന്നു. ബാപ്പയിൽ നിന്ന് ഞാനത് നേരിൽ കേട്ടിട്ടുണ്ട്. എന്റെ ഉമ്മ മരിച്ച ദിവസമാണ് നാളെ. എല്ലാവരോടും ഞാൻ പറയട്ടെ, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് മുഴുവനും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആ ബാപ്പ നേരിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സദസ്സിൽ വെച്ച് ചോദിച്ചു, നോട്ട്, അന്ന് കറൻസി എന്നല്ല പറയാ, നോട്ടിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന ആരെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. പണ്ഡിതന്മാരെ വിളിച്ചു ചർച്ചക്ക് ആരും വന്നില്ല. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ നാദാപുരം ഭാഗത്ത് ഒരു വലിയ പണ്ഡിതൻ അത് വേണ്ടാന്ന് വാദിക്കുന്ന ആളെന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എന്റെ പിതാവ് സാധാരണക്കാരനാണ്, പക്ഷെ എന്നെക്കാൾ ഭക്തിയുള്ള ആളായിരുന്നു. അല്ലാഹു തആല സ്വർഗം നൽകട്ടെ. ബഹുമാനപ്പെട്ട ബാപ്പ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആ പണ്ഡിതന്റെ പേര് വെച്ച് വിളിച്ചു, ആ പണ്ഡിതൻ സദസ്സിലുണ്ടെങ്കിൽ വരണം. ബാപ്പ പറഞ്ഞു, ആ സദസ്സിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ആ മഹാനെ, പക്ഷെ അദ്ദേഹം വന്നില്ല. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കറൻസി സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കണം എന്ന കാര്യം വടകര വെച്ച് പ്രഖ്യാപിച്ചത്. ആ യോഗത്തിൽ വെച്ചാണ് അന്നെടുത്ത തീരുമാനമാണ് അത് ഏകീകരണ സ്വഭാവം കൊണ്ടുവരണം. മദ്രസ കുറെ ഉള്ളത് കൊണ്ടാണല്ലോ ഏകീകരണം. മുർനുഹത്താബുല്ലാഹു തറാവീഹിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചതുപോലെ തറാവീ നിസ്കാരം നടക്കുന്നുണ്ട്. അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസകൾ അതിന്റെ ഏകീകരണ സ്വഭാവമാണ് അന്നത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നാടായ അതേ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ നാടായ ആ വാളക്കുളത്ത് 1951 സെപ്റ്റംബർ 17 പ്രഥമ മീറ്റിംഗ് ചേരുന്നത്. 37 പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. 17 ആളുകൾ ഓരോ ഉറുപ്പിക പണ്ഡിതന്മാര് സംഭാവന ചെയ്തു. മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ 25 രൂപയാണ് സംഭാവന വെച്ചത്. മറ്റുള്ളവർക്ക് ഓരോ ഉറുപ്പികയാണ് എടുത്തത്. അങ്ങനെ അവിടെ വെച്ച് അതിന് കമ്മിറ്റി ഉണ്ടാക്കി 1952 പാഠപുസ്തകങ്ങൾ 5ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി. മുഅല്ലിം ട്രെയിനിങ് ക്ലാസ് 1952 ഡിസംബർ മാസത്തിൽ ട്രെയിനിങ് ക്ലാസ് കൊടുത്തു. നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളാണ് മദ്രസയുടെ ആളുകളെന്ന് പലപ്പോഴും പറയുന്ന കക്ഷികൾ ആലോചന നടത്തുന്നത് 1955 അവര് ബോർഡ് ഉണ്ടാക്കുന്നത് 1956 മാർച്ച് 31 തീയതിയാണ്. അപ്പൊ ഇവിടെ മദ്രസ സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഈ വ്യവസ്ഥാപിതമായ മദ്രസകൾ സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രീതി എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക, ആശയങ്ങൾ കൊടുക്കുക, മെസ്സേജ് കൊടുക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി അതേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താനുൽ മൗസ്താദ് അവറുകൾ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള മന്ത്രവാക്യമാണ് ഉന്നയിച്ചത് എന്ന് എല്ലാ കക്ഷികളും വന്ന് പറയുന്നില്ലേ? അതിന്റെ കാരണം സമസ്തയുടെ പൂർവ്വകാല പതിവതാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ
അതൊരിക്കലും ജനങ്ങൾ പരസ്പരം ബഹളം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല, പരസ്പരം അതേ കൊല്ലാനോ തല്ലാനോ ഉണ്ടാക്കിയ സംഘടനയല്ല, ഒരിക്കലും പരസ്പരം തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് പണ്ഡിത സഭ. അതിന്റെ കീഴിൽ ബഹുജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് SYS-ഉം SSF-ഉം SMA-യും സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും നമ്മുടെ എല്ലാ സംഘടനാ കുടുംബങ്ങളും ഒന്നിച്ചണിനിരന്ന് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് വേദികൾ ഒരുപാട് വരാനുണ്ടല്ലോ, അപ്പോൾ വേറെ ചില സംഗതികൾ അവിടെ വെച്ച് പറയാമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാളക്കുളം ഉസ്താദ് അടക്കം സമസ്ത കേരള ജമിയത്തുൽമയുടെ സ്ഥാപിത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അടക്കം അവരാരും പായസം കുടിച്ചവരല്ല കേട്ടോ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ എത്രയാണ് ത്യാഗം സഹിച്ചത്, എന്തെല്ലാം ആരോപണമാണ് കേട്ടത്, എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് തരണം ചെയ്തത്. അതൊരു ദീനീ ദഅവത്തിന് ഇറങ്ങുമ്പോൾ അതുണ്ടാകുമെന്ന കാര്യം ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ. നല്ല കാര്യം നിർദ്ദേശിക്കൂ മോനെ, തെറ്റായ കാര്യം വിരോധിക്കൂ മോനെ. അങ്ങനെ വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകും, ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും, പറഞ്ഞത് വളച്ചൊടിക്കുന്നവരുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അതല്ലേ നേരത്തെ ശൈഖുനാ ഉസ്താദ് അവറുകളും ബദറു സാദാത്ത് തങ്ങളുകളും ഒക്കെ ഇവിടെ വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വളച്ചൊടിക്കലുകൾ ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അങ്ങനെ എന്ത് സംഭവിക്കുമ്പോൾ ക്ഷമിച്ചു നിന്നോളണം. അതാണല്ലോ നേരത്തെ നമ്മൾ നമ്മുടെ പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം ക്ഷമിച്ചു നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അല്ലാഹു ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന വിജയങ്ങൾ എന്നുകൂടി ഞാൻ സംഘടനാ പ്രവർത്തകന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കൽപ്പറ്റ നമ്മുടെ അബൂബക്കർ ഹാജി, തലക്കടത്തൂർ ബാബ ഹാജി, സീനത്ത് അബ്ദുറഹ്മാൻ ഹാജി, MN സിദ്ദീഖ് ഹാജി, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ഒരുപാട് മറാക്കൾ ഈ ഭാഗങ്ങളിൽ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. സമസ്ത കേരള ജമിയത്തുൽമയുടെ മുശാവറയിലെ പ്രഗൽഭരായ ആലിമീങ്ങൾ പലരും നമ്മെ ഈ ഭാഗത്തു നിന്ന് തന്നെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. ഉമറാക്കൾ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹുവേ, അവരെല്ലാവരും ഖബറിൽ കിടക്കുന്നു. ഒരു ദിവസം ഞങ്ങളും ഖബറിലേക്ക് വരുന്നവരാണ്. ആ ബോധം ഞങ്ങളെ ഖൽബിൽ, ഞങ്ങളെ ഏത് വാക്കിലും പ്രവൃത്തിയിലും നീ നിലനിർത്തി തരണം റഹ്മാൻ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങൾക്ക് ഈ ദീനെത്തിച്ച് തന്ന ഞങ്ങളുടെ മുൻഗാമികളായ ഉലമാക്കൾ, ഞങ്ങളുടെ മുൻഗാമികളായ നേതാക്കൾ, അല്ലാഹുവേ, ഞങ്ങളുടെ തിരൂരങ്ങാടിയിലെ അതേ തിരൂരങ്ങാടി വലിയ പ്രവർത്തകനായ ഉസ്താദുണ്ടായിരുന്നു, ഫൈസി എന്തായിരുന്നു, കുഞ്ഞിമോൻ ഫൈസി. അതുപോലെ തുടങ്ങിയിട്ട് തിരൂരങ്ങാടിയിൽ നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട സമ്മേളനം നടന്നപ്പോൾ അങ്ങനെ എത്ര ആളുകളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവർ. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ. ഞങ്ങളുടെ എല്ലാറ്റിനും കരുത്തു നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, TT ഉസ്താദ് അവറുകൾ, മക്കയിൽ നിന്നും ഹജ്ജിന് പോയ സമയത്ത് വിട്ടുപിരിഞ്ഞു പോയ TT ഉസ്താദ് അവറുകൾ, അതുപോലെ തുടങ്ങിയിട്ട് എത്ര ആളുകളാണ്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവരുടെ എല്ലാം ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണം റഹ്മാൻ. ഞങ്ങൾക്ക് നിന്റെ ദീൻ ഹഖായ നിലക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ഞങ്ങളുടെ നേതാക്കൾക്കും
എളിയ പ്രവർത്തകരായ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ജീവിതത്തിൽ എന്ത് അപാകതകളോ തെറ്റുകളോ വന്നുപോയെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പാവപ്പെട്ട അടിമകളാണെന്ന നിലക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഈ മഹത്തായ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച സംഘടനാ പ്രവർത്തകർക്കും ഞങ്ങളോട് ചേർന്ന് നിന്നവർക്കും സഹകരണങ്ങൾ നൽകിയവർക്കും ഞങ്ങളുടെ ഈ ഭാഗത്ത് വലിയ തണലായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയെ പോലുള്ള ഉമറാക്കൾ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നമുണ്ടോ, ശരീരത്തിന് അലട്ടാൻ സാധ്യതയുള്ള എന്ത് രോഗമുണ്ടായിരുന്നോ എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിക്കണം റഹ്മാനെ. അങ്ങനെ ഞങ്ങൾക്ക് ദീനിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കെല്ലാം ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഈ ജാഥ ആരംഭിച്ചത് മുതലേ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പ്രിയപ്പെട്ട സയ്യിദ് അവറുകളടക്കം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ ബഹുമാനപ്പെട്ട മാരായമംഗലം ഉസ്താദ് അടക്കം, അതുപോലെയുള്ള നേരത്തെ ഇവിടെ സംസാരിച്ച തെന്നല ഉസ്താദ് അടക്കം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേതാക്കൾ, പണ്ഡിതന്മാർ, ഞങ്ങളെക്കാൾ അറിവുള്ളവർ, ഞങ്ങളെക്കാൾ കഴിവുള്ളവർ പലരും ഞങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൂടെ നടന്നുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവരുണ്ട്. ഞങ്ങളെ സംഘടനയുടെ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ സൈദലി മാസ്റ്ററും അതുപോലെ അലി അബ്ദുള്ള സാഹിബും മജീദ് സാഹിബും ഞങ്ങളുടെ പറവൂരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരെല്ലാം ഈ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂടെ നമ്മൾ മുസ്തഫ മാഷും അങ്ങനെ പറഞ്ഞാൽ തീരൂല. SSFന്റെ നേതാക്കളും SYSന്റെ നേതാക്കളും പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിമാരും പ്രവർത്തകരും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങൾക്കെല്ലാം ഏത് വിഷയത്തിലും ഞങ്ങൾക്ക് വിഷയങ്ങൾ അന്വേഷിക്കാനുള്ള ഞങ്ങളെ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അടക്കമുള്ള ഞങ്ങളെ നേതാക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറ അംഗങ്ങളായ നമ്മുടെ പൊന്മള ഉസ്താദ് പെൺമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർ നേരത്തെ ഇവിടെ വന്നു. അല്ലാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ പൊന്മള ബക്കവി അവറുകൾ, അതുപോലെ തുടങ്ങി ഞങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പ്രവർത്തകർക്കും, ഞങ്ങളെ ഇന്നേ വരെ സ്വീകരിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരുമായ എല്ലാ ആളുകൾക്കും ഇനിയും ഈ മഹത്തായ ഈ സംരംഭത്തെ എതിരേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന തിരുവനന്തപുരം വരെയുള്ള ഞങ്ങളെല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. വിദേശ രാജ്യത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ICFന്റെ പ്രവർത്തകർ 5 ലക്ഷം ആളുകളിലേക്ക് അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് എന്ന പ്രമേയത്തിൽ ഞങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുന്ന മഹാന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ പിതാവ് ജമലുൽ തങ്ങൾ ഞങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു. അതുപോലെ പാണക്കാട് ആറ്റക്കോയ തങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു. ഫضل പൂക്കോയ തങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ എത്ര സയ്യിദന്മാർ, എത്ര നേതാക്കൾ. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ഗുരുവര്യന്മാരെയും ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഞങ്ങളിൽ ആരിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിലും യജമാനായ നിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഓടി നടക്കുന്ന പ്രവർത്തകന്മാരിൽ നിന്ന് അത് നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ കബൂൽ ചെയ്ത് ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഹുസ്നുൽ ഖാതിമത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിലെ 2 സ്ഥലങ്ങളിലും നൽകിയ തുല്യതയില്ലാത്ത ജനബാഹുല്യത്തോടുകൂടെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിന്, അതേപോലെ യാത്രക്ക് വേണ്ടി താമസ സൗകര്യം നൽകിയവർക്ക്, അതേപോലെ മഅദിൻ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ ഇന്ന് രാത്രിയൊക്കെ നടന്ന തുല്യതയില്ലാത്ത സ്വീകരണത്തിന്, അതേപോലെ വരുന്ന വരവിൽ എത്ര മുതഅല്ലിമീങ്ങളാണ് നമ്മുടെ ഇയാസുന്നയിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെയുള്ള എത്ര വിദ്യാർത്ഥികളും ഉസ്താദുമാരും, അവർക്ക് വലിയ വലിയ ആൾക്കാരാണ്. അവരെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട്
ഞങ്ങൾക്ക് ശക്തി പകർന്നു. അള്ളാഹു എല്ലാവരെയും നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. റഈസുൽ ഉലമ പല സ്ഥലങ്ങളിലും വന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപദേശം നൽകി. അവിടത്തേക്ക് നീ ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. മഹാനായ താജുൽ മുഹഖ്ഖീൻ കോട്ടൂർ ഉസ്താദ് അവர்கள் വഴിക്ക് കാത്തുനിന്ന് തീരെ ശാരീരികമായി സുഖമില്ലെങ്കിലും വലിയ സന്തോഷത്തോടെ നിന്ന് സംസാരിക്കാൻ തന്നെ പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ബറക്കത്ത് ഉയർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നു. അവിടത്തേക്ക് നീ ദീർഘായുസും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണം റഹ്മാനെ. ഓക്കെ, നമ്മുടെ ആക്കോട് DC ഉസ്താദ് ഇപ്പോൾ പറഞ്ഞാൽ സമയം പോവും, അവിടെ പറയുന്നില്ല. ഒരു ദിവസമുണ്ട് കുറ്റ്യാടിയിൽ ഓലശെട്ടുള്ള കാലത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ വന്നൊരു പ്രസംഗം നടത്തണം. വിഷയം ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പ്രസംഗം നടത്തണം, വലിയ വിവാദമാണ് വിഷയം. ഞാൻ പറഞ്ഞു, ഉസ്താദ് വൈകുന്നേരം ഒരൊറ്റ ദിവസം ഒഴിവില്ല, നേരം ഒരൊറ്റ ദിവസം ഒഴിവില്ല, എന്നാൽ സുബഹിക്കായിക്കോട്ടെ എന്നോട്. പിന്നെന്താ പറയുക, അവരുള്ളാതെ പറ്റും. അപ്പോൾ ഇപ്പോൾ അന്ന് എനിക്ക് കാസർഗോഡ് പരിപാടിയാണ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. എൻ്റെ കാലിങ്ങോട്ട് പിടിച്ചു. വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ദുആ സ്റ്റേജിൽ വെച്ച് ദ്വാരക്കുമ്പോൾ ആ ദുആ കേട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് ആദ്യത്തെ വാതിൽ ദുആ ചെയ്തവനാണ് ഞാൻ. അവിടുത്തെ ഒരു താഴ്മയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ സുബഹിക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുബഹിക്ക് പോകാൻ തീരുമാനിച്ച് പോകുന്ന സമയത്ത് അൽഹംദുലില്ലാ ആവശ്യമുള്ള രേഖകളും ഫത്വകളൊക്കെ അല്ലാഹു തആല എൻ്റെ കയ്യിലെത്തിച്ചു വന്നു. പക്ഷേ അവിടെ എത്താൻ എന്തോ ഒരു കാരണത്താൽ വൈകിപ്പോയി. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് പരിപാടി കഴിയുമ്പോഴേക്ക് എൻ്റെ ട്രെയിന് പോകും എന്ന് ഞാൻ ഉറപ്പിച്ചു. കാസർഗോഡ് പരിപാടി മിസ്സായി എന്ന് ഉറപ്പിച്ചു. കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് തോന്നി, വേറെ ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ എന്നൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഈ ട്രെയിന് തന്നെ അല്പം ലേറ്റ് ആയിക്കൂടാന്നൊന്നുമില്ലല്ലോ. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സമയം. കയറി ചെന്ന് നോക്കുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവിടുന്ന് പറയണേ, ട്രെയിന് പോയിട്ടില്ല, അപ്പം വരുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എനിക്ക് തോന്നി ആ വിഷയത്തിൽ നല്ല ഹക്ക് നമ്മുടെ കയ്യിലുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നുകൂടി അള്ളാഹുവിൻ്റെ തെയ്യി തന്നെ എനിക്ക് ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട DC ഉസ്താദിന്റെ ഇഖ്ലാസ് ആയിരുന്നു അതിൻ്റെ കാരണം. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകിയ ഒരുപാട് ആളുകൾ, എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഗാർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സ്, നമ്മുടെ കൂടെ തന്നെ എത്ര അധ്വാനിച്ചുകൊണ്ട് നടന്നും ഇരുന്നും നിന്നും പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രവർത്തകർ, അല്ലാഹുവേ ഞങ്ങളെ മീഡിയയുടെ പ്രവർത്തകർ, അതേപോലെ തന്നെ പത്രത്തിൻ്റെയും പ്രവർത്തകർ, അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. നഗരിയിൽ വെള്ളം കൊടുത്തവരുണ്ട്, വേറെ സ്ഥലത്ത് വെള്ളം കൊടുത്തവരുണ്ട്, ഭക്ഷണം കൊടുത്തവരുണ്ട്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണം റഹ്മാനെ. സ്വർഗത്തിൽ നിന്ന് വെള്ളം തരണം റഹ്മാനെ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മുൻഗാമികളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഇൽമ് ധാരാളം പഠിക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം. അതിന് ഞങ്ങൾക്ക് ആരോഗ്യം തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യം തരണം റഹ്മാനെ. ദീർഘ ആയുസ് തരണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم وما قضيت لنا من عمد وسرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأجملها إنك على كل شيء قدير وبالإجابة جدير برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നന്ദി ആശംസിക്കുന്നു.